ധ്യാനയോഗ പ്രാർത്ഥന അഥവാ കോണ്ടംപ്ലേഷൻ പ്രെയർ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. കുട്ടിക്കാലം മുതൽ ഈ ധ്യാനയോഗ അനുഭവത്തിലായിരുന്നതിനാൽ ജീവിതത്തിൽ ശിശു ജനിക്കുവാൻ പോകുന്ന വിവരം ദൂതൻ അറിയിച്ചപ്പോഴും പല നിർണായക ഘട്ടങ്ങളിലും ദൈവഹിതപ്രകാരം തീരുമാനങ്ങൾ എടുക്കുവാനും ഉടൻ പാലിക്കുവാനും സാധിച്ചു. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പരിശുദ്ധാത്മ പ്രചോദനത്താൽ മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവവും നാമും ഒന്നായ ധ്യാനയോഗ അവസ്ഥയിലേക്ക് വളരാം. എന്താണ് ധ്യാനയോഗ പ്രാർത്ഥന? വിശുദ്ധ ത്രേസ്യ മറുപടി നൽകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മാനസിക പ്രാർത്ഥന, കോണ്ടംപ്ലേറ്റീവ് പ്രെയർ, സൗഹൃദത്തിൻ്റെ പങ്കുവെക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ സമയം കണ്ടെത്തുക എന്നതാണ് അതിനർത്ഥം. ഇനി എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ തേടുന്നതാണ് ധ്യാനാത്മക പ്രാർത്ഥന. ഇതെല്ലാം ആ സങ്കീർത്തനങ്ങളിലുള്ളതാണ് കേട്ടോ. സങ്കീർത്തനങ്ങൾ ഇതെല്ലാമായിട്ട് ധാരാളം കണക്ഷനുണ്ട്. ഓക്കെ, ഇനി ഞാൻ സങ്കീർത്തനത്തിൽ പോയാൽ ഈ ക്ലാസ് കഴിയില്ല, അതുകൊണ്ട് ഞാൻ തുടരുകയാണ്. ധ്യാനാത്മക പ്രാർത്ഥന. യേശുവിനെയും അവിടുന്ന് പിതാവിനെയും തേടുന്നു. അതാണ് ഈശോ പറഞ്ഞല്ലോ, ഞാൻ പോയി നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കി ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുന്നതിന് ഞാൻ തിരിച്ചു വരും. അപ്പോൾ യേശുവിൽ ഞാനാണ് വഴി, യേശുവിലൂടെയുള്ള പിതാവിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് നാം സ്നേഹിക്കുന്ന നമ്മുടെ മണവാളനെ, നമ്മുടെ ആത്മനാഥനെ തേടുന്നതാണ് ധ്യാനാത്മക പ്രാർത്ഥന. യേശുവിനെയും അവിടുന്ന് പിതാവിനെയും തേടുന്നു. കാരണം അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. ഒന്ന് വായിച്ചെല്ലാവരും. അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും ഇടവരുത്തുന്ന സംശുദ്ധമായ വിശ്വാസത്തിലാണ് ഞാൻ അവിടുത്തെ തേടുന്നത്. ശ്രദ്ധിക്കണം. അവിടെ വിശ്വാസം മാത്രം ഉള്ളൂ, സ്നേഹവും വിശ്വാസമില്ലേ. സ്നേഹം കൊണ്ട് നമ്മൾ തേടുന്നു, പക്ഷെ കാണുന്നുണ്ടോ അവിടെ? അതെന്താ കാണാത്തത്? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അവിടെ ഈശോയെ ചിത്രത്തിൽ രൂപത്തിലോ ഒന്നും സങ്കല്പിക്കരുത്. നോ വിഷൻ. അവിടെ ദർശനമില്ല, ദർശനം ഒന്നും ഉണ്ടാകരുത്. അവിടെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ, എ പിച്ച് നൈറ്റ്, ടോട്ടൽ നൈറ്റ്. എന്നാൽ ആ നൈറ്റ് അന്ധകാരമല്ല, ദൈവികമായ ഒരു ദൈവത്തിൻ്റെ വലിയ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രി, ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ നേരെ. ഇപ്പം ഞാൻ ഈ പ്രകാശത്തിനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഉദിച്ചു നിൽക്കുന്ന നട്ടുച്ചയ്ക്ക് ആ സൂര്യനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഇരുട്ടാവില്ലേ? എന്ന മാതിരി ഒരു ഇരുട്ടാണ്. പക്ഷെ ആ ഇരുട്ടിൽ നമ്മളുടെ ആത്മാവ് മന്ത്രിക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. എൻ്റെ പ്രാണനാഥൻ അവിടെ ഉണ്ട്. ധ്യാനയോഗ പ്രാർത്ഥനയ്ക്കിടയിലും ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയും, പക്ഷേ ശ്രദ്ധ കർത്താവിൽ തന്നെയാണ്. ഇവിടെ ആണ് എപ്പോഴും എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകൾ ഇരച്ചു കയറി വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മത്തായി 10:36, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഒരുവന്റെ ശത്രുക്കൾ. അതായത് നമ്മുടെ ഭവനത്തിലുള്ളവർ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ദുശ്ചിന്തകൾ, ആകുലതകൾ,
അറ്റാച്ച്മെൻറ്റുകൾ, ഡിസോർഡേർഡ് അപ്പറ്റൈറ്റ്സ്, പല ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് ഈ പ്രാണനാഥനുമായിട്ട് ലയിക്കുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ് നമ്മളെ ദൈവത്തിൻ്റെ ഈ പൂർണ്ണ അനുഭവത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ ആദ്യത്തെ ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് വിശുദ്ധീകരണ പ്രാർത്ഥനയുടെ ആവശ്യം. അപ്പോഴാണ് ഈ വിശുദ്ധീകരണ പ്രാർത്ഥന, മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളം എന്നെ കഴുകണമേ, പിന്നെ ഇതിനെല്ലാം തിരസ്കരിക്കണം. നിങ്ങളൊക്കെ മാറി. വേറൊരു അനുഭവം, വേറൊരു എളുപ്പ വഴി പറയാൻ വേണമെങ്കിൽ, എനിക്കുണ്ടായ ഒരു അനുഭവം ഇങ്ങനെയാണ്. ഒരു സമയത്ത് വലിയ ചിന്തകളാണ്, ഒരുപാട് ചിന്തകൾ, ഒരുപാട് അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ, ശുശ്രൂഷയുടെ കാര്യങ്ങളും മറ്റാളുകളുടെ കാര്യങ്ങളും നമ്മുടെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ തിരച്ചു വരും. ഇങ്ങനെയെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവിനെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരികയാണ്. മാതാവ് വന്നിട്ട് പറയുകയാണ്, ഈ ഭവനത്തിന് there are many mansions in the father's house. എന്താ അതിന് പറയുന്നത് മലയാളത്തിൽ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, നമുക്ക് അപ്പർ റൂമിലേക്ക് പോകാം, നമുക്ക് അപ്പർ റൂം മാളിക മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ്, ഇവിടെ എല്ലാം കോലാഹലങ്ങളാണ്, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ശരിയാവില്ല, അതുകൊണ്ട് മകനെ മകളെ അമ്മ പറയാ ആരോട്? മണവാളനോടും മണവാട്ടിയോടും. എന്ത് നല്ല എക്സ്പ്രഷനാണ്. മക്കളെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ മുകളിലോട്ട് പോരെ എന്ന് പറഞ്ഞ് ഒരു മനോഹരമായ ഗോണിയിലൂടെ ഞങ്ങളെ അങ്ങ് കൊണ്ടുപോയിട്ട് ആ ഗോണി നമ്മളുടെയൊക്കെ പഴയ മച്ചിൻ്റെ മുകളിലോട്ട് കയറിക്കഴിഞ്ഞിട്ട്, ഗോണി കയറിക്കഴിഞ്ഞിട്ട് പിന്നത്തെ ഡോറ് ഫ്ലാറ്റ് ഡോർ അല്ലേ, ഒരു ഫ്ലാറ്റ് ഡോറാണ്. ആ ആദ്യത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എർത്തിലി, ഈ ലോകത്തിൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ചിന്തകളും ആകുലതകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഞങ്ങളെ മാളിക മുകളിലേക്ക് കൊണ്ടുപോയി, അപ്പർ റൂമിലേക്ക് കൊണ്ടുപോയി. ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കഥ അടച്ചു. പിന്നെ മുകളിൽ ഇവരാരുമില്ല. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. എന്നിട്ട് പറയാണ്, ഇവിടെ നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ല, ഇവിടെ നിങ്ങൾ ആ മുറിയിൽ ഒന്നിച്ചായിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മുറിയിൽ കയറ്റി. അതിൻ്റെ മുമ്പിൽ മാതാവ് അവിടെ നിന്നു. ഇവരാരും ശല്യപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. ഇത് മാതാവിൻ്റെ മധ്യസ്ഥം. എന്തുകൊണ്ടാണ്? മാതാവ് ജനിക്കുന്നതിന് മുൻപ് തന്നെ, മാതാവ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ മാതാവിലേക്ക് യേശുവിൻ്റെ ആത്മാവ് കടന്നു വന്ന് ഈ കത്തുന്ന അനുഭവം നൽകി എല്ലാ പാപത്തെയും കത്തിച്ച്, ജന്മപാപത്തെ മുഴുവനും കത്തിച്ച് കളഞ്ഞ്, എരിയിച്ച് കളഞ്ഞ്, ജന്മപാപം പോലും ഇല്ലാത്ത ഒരു യൂണിയൻ അവിടെ ആരംഭിച്ചു. ഒരു വലിയ യൂണിയൻ, ഒരു വലിയ ആത്മാവുമായിട്ടുള്ള ഐക്യം. അത് പിന്നെ ഒരിക്കലും നഷ്ടമായിട്ടില്ല. അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ വരുന്നത് പിന്നെ മനുഷ്യാവതാരത്തിൽ മാതാവിൻ്റെ ഗർഭത്തിൽ യേശു ഉരുവാകുമ്പോൾ കോണ്ടംപ്ലേഷൻ എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. അത് കഴിഞ്ഞ് കുരിശിൻ്റെ ചുവട്ടിൽ താൻ സ്നേഹിക്കുന്നവന് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവന് വേണ്ടി അങ്ങ് ജീവൻ അർപ്പിക്കുമ്പോൾ, ആ മകൻ്റെ വേദന മുഴുവനും തൻ്റെ ചങ്കിൽ അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ, അപ്പോൾ മാതാവിൽ ഇങ്ങനെ ഈ കോണ്ടംപ്ലേഷൻ്റെ വലിയൊരു മധ്യസ്ഥതയാണ്. അതുകൊണ്ടാണ് മാതാവ് എങ്ങും അധികം സംസാരിക്കാറില്ലല്ലോ, ഇല്ലേ? എന്ന മാതിരി തന്നെയാണ് ഔസേപ്പിതാവും. എ വെരി സൈലൻറ്റ് പേഴ്സൺ ഇൻ ദ ബൈബിൾ. ഔസേപ്പിതാവ് വൺ ഓഫ് ദ മോസ്റ്റ് സൈലൻറ്റ് പേഴ്സൺ ഇൻ ദ ബൈബിൾ, ബട്ട് എ ടവറിങ് പേഴ്സണാലിറ്റി. വലിയ ശക്തമായ ഒരു ദൈവാനുഭവം.
ആ കോണ്ടംപ്ലേഷനിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ ഉടനെ ഒരു ദർശനം ഉണ്ടായി അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ഉടനെ ആക്ഷനാണ്. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ ഉടനെ ഈജിപ്തിലേക്ക് പോവുക. യെസ്, ഉടനെ കൊണ്ട് മടക്കി കുത്തി ആൾ തയ്യാറായി. ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ്? ആൾറെഡി കോണ്ടംപ്ലേഷനിലായിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ധ്യാനയോഗ പ്രാർത്ഥനയുടെ സമയവും ദൈർഘ്യവും ഹൃദയ രഹസ്യങ്ങൾ. ഇത് ഇനി ചുമ്മാ വായിച്ചു പോകുമ്പോൾ നമുക്ക് കുറേ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന മനസ്സിൻ്റെ ഉറച്ച തീരുമാനം ആശ്രയിച്ചിരിക്കുന്നു. ധ്യാനയോഗ പ്രാർത്ഥനയുടെ സമയവും ദൈർഘ്യവും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന മനസ്സിൻ്റെ ഉറച്ച തീരുമാനം ആശ്രയിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടി വി ഹാവ് ടു ബി ഡിറ്റർമിൻഡ്. നമ്മൾ തന്നെ തീരുമാനിക്കണം, ഞാൻ കുറേ സമയം കർത്താവിനോട്, എൻ്റെ പ്രാണനാഥനോടൊപ്പം ഇരിക്കാൻ പോവുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ ഓടിപ്പാഞ്ഞ് ധ്യാനിപ്പിച്ച് നടക്കണം, നമുക്ക് എവിടെ സമയത്തിന്. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ വരെയും മറ്റുള്ള ആളുകൾ ടെലിഫോൺ വിളിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ആളുകൾ കാണാൻ പറ്റുന്നു. അതിനെല്ലാം മുൻപ് വെളുപ്പിനെ എഴുന്നേറ്റിരിക്കുകയാണ് ഏറ്റവും നല്ലത്. സമയമുള്ളപ്പോൾ മാത്രമല്ല ഒരാൾ ധ്യാനാത്മക പ്രാർത്ഥനയിൽ മുഴുകുന്നത്. യാത്രാവേളയിൽ നേരിടുന്ന പരീക്ഷണങ്ങളും വിരസതയും യാത്ര മുടക്കാൻ സമ്മതിക്കാതെ ദൃഢനിശ്ചയത്തോടെ കർത്താവിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. ഒരാൾക്ക് എപ്പോഴും ധ്യാനിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ആരോഗ്യമോ ജോലിയോ വൈകാരിക അവസ്ഥയോ നോക്കാതെ ഒരാൾക്ക് എപ്പോഴും ധ്യാനയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ദാരിദ്ര്യത്തിലും വിശ്വാസത്തിലുമുള്ള ഈ അന്വേഷണത്തിൻ്റെയും സമാഗമത്തിൻ്റെയും സ്ഥലമാണ് ഹൃദയം. ദാരിദ്ര്യം എല്ലാം ഇതിൻ്റെ ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം ഇതാണ്: നാളെ എങ്ങനെ നമ്മൾ ജീവിക്കുമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. നമ്മളൊന്നും കൂട്ടിവെച്ചിട്ടില്ല, എന്നാൽ കർത്താവ് പൂർണ്ണമായിട്ട് നമുക്ക് നൽകും എന്ന് നല്ല ഒരു ഉറപ്പുണ്ട്. നല്ല ഒരു ഉറപ്പ്. അതൊരു പ്രത്യേക അനുഭവമാണ്. നാളെ എങ്ങനെ കഴിയുമെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവണം. അവിടെയാണ് ദാരിദ്ര്യം. എന്നാൽ നമുക്കറിയും കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ കരുതും. കാരണം നമ്മൾ മണവാട്ടിയാണ്. മണവാളൻ മണവാട്ടിക്ക് വേണ്ടി കരുതാതിരിക്കുമോ? അങ്ങനത്തെ ഒരു അവസ്ഥ, അത് വലിയൊരു ഉറപ്പാണത്. അവിടെ ദാരിദ്ര്യം വിശ്വാസം രണ്ടും കൂടി ഒന്നിച്ചു. ഇനി 2711 ധ്യാനയോഗ പ്രാർത്ഥനയിലേക്കുള്ള പ്രവേശനം ദിവ്യബലിയുടെ ആഘോഷത്തിലേക്കുള്ള പ്രവേശനത്തിന് സദൃശ്യമാണ്. ഹൃദയത്തെ എല്ലാവരും ശബ്ദമുയർത്തി ഏറ്റു വായിച്ചുകൊണ്ട് ഹൃദയത്തെ ഏകാഗ്രമാക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴിൽ നമ്മളായിരിക്കുന്നതെല്ലാം ഒരുമിച്ച് ചേർക്കുക. നാം ആയിരിക്കുന്ന കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുക. നമ്മെ കാത്തിരിക്കുന്നവൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസത്തെ ഉദ്ദീപ്തമാക്കുക. നമ്മുടെ മൂടുപടങ്ങൾ കൊഴിഞ്ഞു വീഴാനും നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൽ പക്കലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കാനും ഇടവരുത്തുക. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു തിരുമുൽക്കാഴ്ചയായി നാം നമ്മെ തന്നെ അവിടത്തേക്ക് അർപ്പിക്കുന്നു. ഇപ്പം ഇവിടെ പിന്നെ നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലുണ്ട്, അല്ലെങ്കിൽ ഈ ട്രെൻഡ് പോകും. ഇത് വിട്ടു പോകാണ്ടേ. ഇവിടെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്. ഈശോ നമ്മളിൽ കൂടാരമടിച്ചിരിക്കുന്നു, നമ്മെ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മെ കാത്തിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ആരംഭത്തെക്കുറിച്ച് പഠിച്ചല്ലോ. ദൈവം ദാഹിക്കുന്നു. എന്തിനു വേണ്ടി? നാം ദാഹിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ മണവാളനും മണവാട്ടിയും വലിയ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ മണവാളൻ മണിയറയിലിരിക്കുന്നത് ആരെ കാത്തായിരിക്കുന്നത്? മണവാട്ടിയെ കാത്തിരിക്കുന്നു.
എന്തുകൊണ്ട്? ആ മണവാട്ടിയോടുള്ള സ്നേഹം കൊണ്ട്. എന്തിനു വേണ്ടി? ആ മണവാട്ടിയും ആയിട്ട് ഒന്നായി തീരാൻ വേണ്ടി. നമ്മെ കാത്തിരിക്കുന്ന തൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ വിശ്വാസത്തിലൂടെയാണ്. അവിടെയാണ് വിശ്വാസം വർദ്ധിക്കണം. അവിടെ കർത്താവ് ഉണ്ട്, കർത്താവ് നമ്മളിലുണ്ട്, ത്രിത്വമാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്, നമ്മളെ രക്ഷിച്ചവനാണ്, നമ്മൾക്ക് വീണ്ടും ജന്മം നൽകിയവനാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. സ്നേഹം മാത്രമാണ് അവിടെ നമ്മുടെ. അപ്പോൾ അവിടെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുകയാണ്, നമ്മളെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ഉടമ്പടി? ഭാര്യയും ഭർത്താവും വിവാഹ ജീവിതത്തിൻ്റെ ഉടമ്പടി, വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തന്നെ കൊടുക്കാൻ കാത്തിരിക്കുന്നു. ഭാര്യ പൂർണ്ണമായിട്ടും തൻ്റെ ജീവൻ ഭർത്താവിന് കൈമാറുന്നു. അതാണ് മണവാളനും മണവാട്ടിയുടെയിലുള്ള ഒരു ഉടമ്പടി ബന്ധം. അവിടെ മണവാട്ടി സമർപ്പിക്കുന്നു, അർപ്പിക്കുന്നു മണവാളന് വേണ്ടി. അപ്പോൾ മണവാളൻ, അതാണ് വിശുദ്ധ കുർബാനയിൽ ധ്യാനയോഗ പ്രാർത്ഥനയിലേക്കുള്ള പ്രവേശനം ദിവ്യബലിയുടെ ആഘോഷത്തിലേക്കുള്ള പ്രവേശത്തിന് സദൃശ്യമാണെന്ന് ആദ്യം പറയുന്നത്. എന്താ ദിവ്യബലിയുടെ ആഘോഷത്തിൻ്റെ കേന്ദ്രബിന്ദു? അവിടെ കർത്താവ് പറയാണ്, ഇതാ ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു, ഇതെൻ്റെ ശരീരമാണ്, നീ ഇത് വാങ്ങി ഭക്ഷിക്കുക. ഇതെൻ്റെ രക്തമാണ്, നീ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് നവീനവും സനാതനവുമായ ഉടമ്പടിയിലുള്ള രക്തം. എന്തിനു വേണ്ടി? നിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നിൻ്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള എൻ്റെ ജീവൻ ഞാൻ തരുന്നു. അപ്പോൾ ദിവ്യബലിയിൽ ദൈവം തൻ്റെ ജീവൻ നമുക്ക് നൽകുന്നു, നമ്മുടെ ജീവനുമായിട്ട് ലയിച്ചു ചേരുന്നു, നമ്മുടെ ജീവൻ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നു. ഇതേ സെയിം പ്രോസസ് നമ്മൾ ഈ കോണ്ടംപ്ലേറ്ററി പ്രയറിൽ, നമ്മളുടെ ആന്തരിക യൂണിയനിൽ, നമ്മുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന നാഥന് നമ്മളങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ ആ നാഥൻ തൻ്റെ ജീവൻ നമ്മളിലേക്ക് പകർന്ന് ഇതാ അവിടെ ഒന്നും യാചിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ അർപ്പണമാണ്. ശുദ്ധീകരണം നടക്കുന്നു, രൂപാന്തരീകരണം നടക്കുന്നു. അപ്പോൾ നമ്മളിലേക്ക് മണവാളനും മണവാട്ടിയും ലയിച്ചു ചേരുമ്പോൾ മണവാളൻ, പരമപരിശുദ്ധനായ മണവാളൻ മണവാട്ടിയെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ താനേ അവിടെ നടക്കുന്നു, രൂപാന്തരപ്പെടുന്നു. അങ്ങനെ തുടർന്ന് തന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തെ സ്വാഗതം ചെയ്യുകയും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അതിന് പ്രത്യുത്തരം നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പാപവിമുക്തനായ ദൈവമകൻ്റെ പ്രാർത്ഥനയാണ് ധ്യാനയോഗ പ്രാർത്ഥന. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? ഇതിനകത്തുള്ള സാരാംശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒന്നുകൂടി വായിച്ച്, തന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തെ സ്വാഗതം ചെയ്യുകയും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അതിന് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ മണവാളൻ അവിടെ കാത്തിരിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്ന മണവാട്ടി ഇതാ മണവാളനിലേക്ക് വളർന്നു വരുന്നു. ആ സ്നേഹം അവിടെ അനുഭവിക്കും. ഇതാണ് കൊച്ചു ത്രേസ്യ പറഞ്ഞത്, എനിക്ക് വേറെ ഒരു വരവും വേണ്ട. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്തെല്ലാം വരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് സ്നേഹമെന്ന വരം മതി. ഞാൻ ഈ തിരുസഭയുടെ വിരിമാറിൽ സമർപ്പിക്കുന്ന ഒരു സ്നേഹമാണെന്ന് പറഞ്ഞു. സഭയുടെ മാറിൽ സമർപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ത്രേസ്യ പറഞ്ഞതാണ്, എനിക്ക് സ്നേഹിച്ചാൽ മതി. ഈശോന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രവൃത്തി വേണം, പക്ഷെ പ്രവൃത്തികളേക്കാൾ കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എന്താ? സ്നേഹമാണ്. ഇപ്പോൾ ഈ കുടുംബജീവിതം, വിവാഹിതരായിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ ആ വിവാഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഭാര്യ പറയും, ഞാൻ വേഗം എഴുന്നേറ്റ് പോയി അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിടക്കുന്ന നമുക്ക് കെട്ടിപ്പിടിച്ചൊന്ന് സ്നേഹിക്കാം, ഒരു എക്സ്പ്രഷനാണ്. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം. ഇപ്പം ഞാനത് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ മണവാളനും എന്ത് പ്രവൃത്തിയേക്കാൾ കൂടുതൽ അവിടെ എന്താ ആവശ്യം തോന്നുന്നത്? സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ പ്രവൃത്തി താനെ തുടരും. അപ്പോൾ അവിടെ
മണവാളനെ സ്നേഹിക്കണം മണവാട്ടി. നമ്മളവിടെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കുക. അതാണ് കൊച്ചു ത്രേസ്യ പറഞ്ഞത്, എൻ്റെ വിളി എല്ലാവരും ഒന്ന് പറഞ്ഞു, എൻ്റെ വിളി സ്നേഹമാണ്. ഈ കൊച്ചു ത്രേസ്യയെ വേദപാരംഗതയാക്കിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് കൊച്ചു ത്രേസ്യ വേദപാരംഗതയാക്കിയത്? ഈ സ്നേഹത്തിൻ്റെ വലിയ തത്വം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വലിയ പ്രബോധനം ഈ പ്രപഞ്ചത്തിൽ, ഈ സഭയിൽ ഉണ്ടാക്കി. ഒരു കുഞ്ഞിനെ പോലെ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുക, സ്പിരിച്വാലിറ്റി, സ്പെഷ്യൽ സ്പിരിച്വാലിറ്റി. പരിശുദ്ധ പിതാവ് കൊച്ചു ത്രേസ്യയെ വേദപാരംഗതയാക്കി പ്രഖ്യാപിച്ചപ്പോൾ പുറത്തിറക്കിയ പ്രബോധനത്തിൽ അല്ലെങ്കിൽ ആ ഡിക്ലറേഷനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷീ ഹാസ് നെവർ ഗോൺ ഇൻ ടു എനി സിസ്റ്റമാറ്റിക്കൽ തിയോളജിക്കൽ സ്റ്റഡീസ്, ബട്ട് ഷീ ലേൺഡ് എവറിത്തിങ് ഫ്രം ദ മാസ്റ്റർ by uniting herself to him. രക്ഷാകരമായ ജ്ഞാനം, ദൈവത്തിൻ്റെ മുഴുവൻ ജ്ഞാനം അതാണ് ഉള്ളത്. അപ്പോൾ ഉള്ളതെല്ലാം അവളിലേക്ക് ഒഴുകുന്നു, മണവാട്ടിയിലേക്ക് ഒഴുകുന്നു. ഉള്ളവന് കൂടുതൽ ലഭിക്കുന്നു, ഇല്ലാത്തവന് ഉള്ളതുകൂടി എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് വരുന്നു ഇവിടെ. അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തെ സ്വാഗതം ചെയ്യുകയും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അതിനെ പ്രത്യുത്തരം. അപ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കൂടുതൽ സ്നേഹം കിട്ടുന്നു. ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരക്കം പാച്ചിൽ നിൽക്കില്ല, അവിടെ നിന്നു. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹം കിട്ടുന്നു. ഞാൻ ചില സമയത്ത് ഈ തുള്ളിച്ചാടിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥനാ മുറിയിൽ വേറെ ആളുകളുള്ളതിൻ്റെ പേരിൽ നമുക്ക് ചാടാൻ പറ്റണില്ല. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങ് നമ്മുടെ നരിതൂക്കിൽ അച്ഛനും ഞാനും കൂടി കുറച്ച് നാൾ ഷാർജയിൽ ശുശ്രൂഷ നടത്താൻ പോയി 10-15 ദിവസം. അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ അവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിച്ചത്. ഒരു മുറിയിൽ താമസിച്ച് അപ്പോഴേ പറഞ്ഞു പ്രശ്നമാവല്ലോ, കാരണം നമുക്ക് രാത്രി ഉറക്കമൊന്നും അധികമില്ല. ഞാനൊരു 3-3:30 ആകുമ്പോഴേക്കും എണീറ്റ് പ്രാർത്ഥനയൊക്കെ തുടങ്ങും. പക്ഷേ അതുകൊണ്ട് അച്ഛൻ ക്ഷമിക്കണം കേട്ടോ, സാരമില്ല എങ്ങനെയെങ്കിലും. അപ്പോൾ ഈ 3:30-3:45 ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങി. ഒരു 4:30 ആകുമ്പോഴേക്കും അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇങ്ങനെയൊക്കെ താനേ വരും പാട്ടുകൾ. അച്ഛൻ ഇപ്പോഴും പറയും വെള്ളച്ചാട്ടം വരണ്ടെന്ന് പറയും. ഈ യൂണിയനിലേക്ക് കർത്താവുമായിട്ടുള്ള ലയനത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം, ശരിക്കും വെള്ളച്ചാട്ടം പോലെ ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകും. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പുറത്തൊക്കെ പോയി തുള്ളിച്ചാടി വല്ലതും പ്രാർത്ഥിച്ചു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു, അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു. ഇങ്ങനെ ഒരു അനുഭവം ആ സ്നേഹത്തിൻ്റെ വലിയ അനുഭവമാണ്. ഓക്കെ, അടുത്ത്. പക്ഷേ തൻ്റെ പ്രതിസ്നേഹം തൻ്റെ ഹൃദയത്തിലേക്ക് കറക്റ്റ് പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞതാണെന്ന് അയാൾക്കറിയാം. കാരണം കൃപാവരമെല്ലാം ദൈവത്തിൽ നിന്നാണ്. അവിടുത്തെ പ്രിയ പുത്രനോടുള്ള നിരന്തരമായ അഗാധ ഐക്യത്തിൽ ഉണ്ടോ? ഒന്നുകൂടി എല്ലാവരും ഒന്ന് വായിച്ചേ. അവിടുത്തെ പ്രിയപുത്രനോടുള്ള നിരന്തരമായ അഗാധ ഐക്യത്തിൽ പിതാവിൻ്റെ സ്നേഹമസൃണമായ തിരുവിഷ്ടത്തിന് വിനയത്തിലും ദാരിദ്ര്യത്തിലുമുള്ള അടിയറ വയ്ക്കലാണ് ധ്യാനയോഗ പ്രാർത്ഥന.